നമുക്കിറങ്ങാം കുഞ്ഞി. എന്തെങ്കിലും എടുക്കാനാണെങ്കിൽ എടുത്തിട്ട് വായോ. അബിയെയോ അമ്മയെയോ അഞ്ജുവിനെയോ നോക്കാതെ നിരഞ്ജൻ നിവിയോട് പറഞ്ഞു. ഇപ്പം പോണോ നിവി? ചോദിച്ചുകൊണ്ട് ഭാഗം ഡ്രസ്സും എടുക്കാൻ മുറിയിലേക്ക് പോയ നിവിയുടെ പിന്നാലെ അഞ്ജുവും പോയി. രാത്രി അത്താഴം കഴിഞ്ഞിട്ട് പോയ പോരെ മോനെ. ഇനിയിപ്പോൾ ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ ആണെങ്കിലും അവിടെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. മുഖം കുനിച്ചിരിക്കുന്ന നിരഞ്ജനെ ഒന്ന് നോക്കിയിട്ട് രാധിക തിരക്കി. കഴിക്കാനൊന്നും നിൽക്കുന്നില്ല, വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാം. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്ന നിരഞ്ജൻ മെല്ലെ പറഞ്ഞു. ഇത്തിരി നേരം കൂടെ ഇരിക്കോ? ഇവിടെ ഇരുന്ന് കഴിക്കാൻ മടിയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും കൂടെ ഉണ്ടാക്കി തന്നു വിടാം. വീട്ടിൽ പോയി കഴിച്ചു കിടന്നാൽ മതിയല്ലോ. പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് നടക്കാൻ ഒരുങ്ങി രാധിക. വേണ്ട വേണ്ട ആൻറ്റി, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാം. നിരഞ്ജൻ്റെ വലിഞ്ഞു മുറുകിയ മുഖം കാണേ ഈ തവണ ലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞു. അമ്മ അവരെ നിർബന്ധിക്കേണ്ട. ഒരു പീഡന കേസ് പ്രതിയുടെ വീട്ടിൽ കൂടുതൽ നേരം ചിലവഴിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. സ്വയം ഒന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അബി പറഞ്ഞു. അബി, ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എന്തോ അബിയുടെ നനത്ത ചുവന്ന കണ്ണുകൾ നോക്കി നിരഞ്ജൻ വല്ലായ്മയുടെ എന്തോ പറയാൻ ശ്രമിച്ചു. ഏയ് സാരില്ല, എനിക്കിത് ശീലമാണ്. കഴിഞ്ഞ 2 വർഷമായി ഞാൻ ഇത് അനുഭവിക്കുന്നുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും പലരും പലതും പറയുന്നുണ്ട്. പക്ഷേ ഒന്ന് ഞാൻ പറയാം, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്ന ആളായിട്ട് തന്നെയാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. ഇനിയിപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെ പൊയ്ക്കോ. കൂടുതൽ നേരം ഇവിടെ ഇരുന്ന് ഇനിയും പേരുദോഷം ഉണ്ടാക്കണ്ട. പിന്നെ ആ ചികിത്സയുടെ ബാക്കി മുടങ്ങാതെ ചെയ്യണം. ഇപ്പോൾ ഇത്രയും മാറിയില്ലേ, ഇനി നല്ല മാറ്റം ഉണ്ടാകും. ഇതിൻ്റെ അപേക്ഷയായി കൂട്ടിയാൽ മതി. മുഖത്തൊരു ഭാവവും ഇല്ലാതെയാണ് പറയുന്നതെങ്കിലും അവൻ്റെ കണ്ണുകൾ തെളിഞ്ഞ നോവ് നിരഞ്ജനിൽ അസ്വസ്ഥത നിറച്ചു. ഇത്തിരി എന്തെങ്കിലും കഴിച്ചിട്ട് പോകേട്ടാ. ആൻറ്റി ഇത്രയും നേരം പറഞ്ഞതല്ലേ. കഴിഞ്ഞ 2 ദിവസം ഒരമ്മയെപ്പോലെ എന്നെ നോക്കിയത് ആൻറ്റിയല്ലേ. ഭാഗം എടുത്തു വന്ന നിവി അവിടുത്തെ വർത്തമാനമൊക്കെ കേൾക്കെ അബിയുടെ മുഖത്തെ നിരാശയും രാധികയുടെ മുഖത്തെ സങ്കടവും കാണി നിരഞ്ജൻ്റെ അടുത്തിരുന്ന് കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒട്ടും താല്പര്യമില്ലാതെ നീട്ടിയ ആ മോഡലായിരുന്നു നിരഞ്ജൻ്റെ മറുപടി. ആ മോഡൽ കിടത്തും രാധിക സന്തോഷത്തോടെ അടുക്കളയിലേക്ക് ഓടി. എന്തേലും വാങ്ങാനുണ്ടോ അമ്മേ? അവർക്ക് പിന്നാലെ വന്ന അബി ഒച്ച കുറച്ച് ചോദിച്ചു. വേണ്ട മോനെ, ഉള്ളതൊക്കെ വെച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാം. നീ അങ്ങോട്ട് ചെല്ല്, അവരുടെ അടുത്തേക്ക്. അവർക്ക് നിന്നെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ അബി. പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ അവർക്കും വല്ലായ്മ തോന്നിക്കാണും. എങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ നിന്നെ നാണം കെടുത്തിയില്ലല്ലോ. അതുകൊണ്ട് അമ്മയുടെ കുഞ്ഞ് വിഷമിക്കാതെ അവർക്ക് അടുത്തേക്ക് ചെല്ല്. അബിയുടെ കവളിൽ കൈ ചേർത്ത് വെച്ച് പറഞ്ഞിട്ട് നിറകണ്ണുകളോടെ രാധിക നോക്കിയത് വാതിൽക്കൽ നിൽക്കുന്ന ലക്ഷ്മിയുടെ മുഖത്തേക്കായിരുന്നു. രാത്രി ആഹാരമൊക്കെ കഴിച്ച ശേഷം അല്പം മുൻപ് അബി തന്നെയാണ് സച്ചിൻ്റെ ഓട്ടോയിൽ അവരെ മാംഗല്യം വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടത്. അപ്പോഴും അബിയോ നിരഞ്ജനോ പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല. അത് നിവിയും ലക്ഷ്മിയും ശ്രദ്ധിച്ചുവെങ്കിലും രണ്ടാളും ഒന്നും മിണ്ടിയില്ല. ഏട്ടൻ ചികിത്സ പൂർത്തിയാക്കാതെ ഇങ്ങോട്ട് ഓടി വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? കിടക്കാനുള്ള വട്ടം കൂട്ടുന്നവൻ്റെ അരികിലിരുന്ന് കണ്ണ് കുറിപ്പിച്ച് ചോദിച്ചു നിവി. പിന്നെ വരാതെ, നീ ഒരവസ്ഥയിലാണെന്നറിഞ്ഞിട്ട് എനിക്കവിടെ എങ്ങനെ സമാധാനമായിട്ട് നിൽക്കാനാകും കുഞ്ഞി? നിരഞ്ജൻ അല്പം ദേഷ്യത്തിൽ അവളോട് തിരക്കി. എൻ്റെ ഏട്ടാ, ഈ കുറ്റവും കുറവും പറയുന്നവർ പറയട്ടെ, എനിക്കതിലൊരു വിഷമമില്ല. നമ്മൾ തെറ്റ് ചെയ്യാത്തത്തോളം ആരെയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ കയറി ഏട്ടൻ നെഞ്ചോരം ചാഞ്ഞിരുന്ന നിവി പറഞ്ഞു. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ കുഞ്ഞി, എൻ്റെ കുട്ടിക്ക് എന്തിനാവശ്യമില്ലാത്തൊരു ചീത്തപ്പേര്. ഏട്ടൻ അറിയില്ലായിരുന്നു അബിക്ക് ഇങ്ങനൊരു പാസ്റ്റുള്ള കാര്യം. അറിഞ്ഞിരുന്നെങ്കിൽ ഒരു വിധത്തിലും അവൻ്റെ സഹായം ഞാൻ സ്വീകരിക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ ചികിത്സ മുടങ്ങുമൊന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളങ്ങ് ഹോസ്പിറ്റലിൽ പോകും. അതോർത്ത് നിനക്ക് സങ്കടം വേണ്ട. നിരഞ്ജൻ തെളിയാത്ത മുഖത്തോടെ പറഞ്ഞു. ഏട്ടൻ വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ അഞ്ജുമ്മയുടെ ഏട്ടൻ അങ്ങനെയുള്ള ഒരാളാണെന്ന്? അതായത് ഈ സ്ത്രീ പീഡകൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള? നിവി ഒരു ചിരിയുടെ നിരഞ്ജനെ മുഖമുയർത്തി നോക്കി. അവളുടെ ചിരിയോടെയുള്ള ചോദ്യം കേൾക്കാൻ നിരഞ്ജൻ്റെ ചുവന്ന മുഖം കണ്ട് തുണികൾ ഒതുക്കി വെച്ചുകൊണ്ട് നിന്ന ലക്ഷ്മിക്ക് ചിരി വന്നു. എടി, നീ ഒന്ന് എഴുന്നേറ്റ് പോയേ. പല്ല് കടിച്ചു പൊട്ടിച്ചോട് നിരഞ്ജൻ പറഞ്ഞു. എൻ്റെ ഏട്ടാ, അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാണ്. അന്ന് ആ പ്രശ്നമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കൂട്ടായപ്പോൾ തന്നെ അഞ്ജു എന്നോടെല്ലാം പറഞ്ഞിരുന്നു. ആ ആൻറ്റിയും അവിടെ മക്കളുമൊക്കെ പാവമാണ് ഏട്ടാ. കുറച്ച് ആളുകളെ സ്വാർത്ഥതയിൽപ്പെട്ട് ജീവിതം നഷ്ടമായി പോയ വെറും പാവങ്ങൾ. കണ്ണുകൾ അടച്ചിരുന്ന നിവി പറഞ്ഞു കേട്ട് നിരഞ്ജൻ മുഖം തിരിച്ച് ലക്ഷ്മി ഒന്ന് നോക്കി. അവളൊരു പുഞ്ചിരിയുടെ കണ്ണുകൾ ചിമ്മി. പിന്നെ ഇതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുമോ കുഞ്ഞി? നിരഞ്ജന ശബ്ദത്തിൽ രോക്ഷം നിറഞ്ഞു. ഉണ്ടാക്കുവേട്ടാ, ഇന്ന് എന്നെപ്പറ്റി ആ സ്ത്രീ പറഞ്ഞുണ്ടാക്കിയത് സത്യമാണോ? അതുപോലെ ആർക്കും ആരെയും പറ്റിയും എന്ത് നുണയും പറഞ്ഞുണ്ടാക്കാൻ പറ്റും. അതാണ് ആ ചേട്ടന് സംഭവിച്ചത്. ഏട്ടന് വിശ്വാസമില്ലെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് വിശ്വാസമാണ്. പറഞ്ഞു വന്നപ്പോൾ നിവിക്കും ദേഷ്യം വന്നിരുന്നു. ഞാനും പറഞ്ഞു നിൻ്റെ ഏട്ടനോട്, അയാളോട് ഇടപെട്ടിട്ട് മോശപ്പെട്ടൊരു മനുഷ്യനാണ് അയാളെന്ന് എനിക്ക് തോന്നിയില്ലെന്ന്.
അന്നേരം എന്നെ ചാടിക്കടിക്കാൻ വന്നു. ഒന്നുമില്ലെങ്കിലും നമ്മുടെ ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ പോലും സഹായിക്കാൻ വരാതെ ഇരുന്നിടത്ത് അയാൾ നമുക്കൊപ്പം അവിടെ വന്നു കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്തു. അതും പോരാതെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ആശുപത്രിയിലായി പോയ കുഞ്ഞെ അയാളുടെ വീട്ടിലേക്ക് കൂട്ടി. അതും ആരുമില്ലാത്ത വീട്ടിലല്ല, അമ്മയും സഹോദരിയും ചേർന്ന് ജീവിക്കുന്നിടത്ത്. സഹോദരിയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞാലും അവിടെ നിർത്താൻ അയാൾക്ക് മനസ്സ് വേണമല്ലോ. അതൊന്നും മറന്ന് നമ്മൾ അയാളെ ഒന്നും പറയാൻ പാടില്ല. നിവിയെ നോക്കിയാണ് പറഞ്ഞതെങ്കിലും നിരഞ്ജൻ്റെ മുഖം കടുത്തു. അല്ലെങ്കിൽ ഞാനാണല്ലോ മനസാക്ഷിയില്ലാത്തവൻ. കുഞ്ഞൊരു പിണക്കത്തോടെ ബെഡിലേക്ക് മെല്ലെ കിടന്നുകൊണ്ട് നിരഞ്ജൻ സ്വയം പറഞ്ഞു. അങ്ങനെയാണോ ഏട്ടാ ഞങ്ങൾ പറഞ്ഞത്? പിണക്കം നിറഞ്ഞ നിരഞ്ജൻ്റെ അടുത്തേക്ക് ഒട്ടിച്ചേർന്ന് കിടന്നുകൊണ്ട് നിവി ചോദിച്ചു. പിന്നല്ലാതെ, നിങ്ങൾ രണ്ടാളും അവൻ പാവമാണെന്നും അവൻ നല്ലവനാണെന്നും പറയുമ്പോൾ പിന്നെ ഞാനല്ലേ മോശം? കൂടുതലൊന്നും പറയാതെ കണ്ണുകൾ അടച്ച് കിടന്ന് കളഞ്ഞു അവൻ. ഏട്ടാ, നിവി ചെറു ചീരിയോടെ വിളിച്ചു. കനത്ത ശബ്ദത്തിൽ കണ്ണ് തുറക്കാതെ നിരഞ്ജൻ ഒന്ന് മൂളി. ഏട്ടൻ്റെയും അനിയത്തിയുടെയും കാട്ടിക്കൂട്ടൽ കണ്ട് നേർത്തൊരു ചീരിയോടെ നിരഞ്ജൻ്റെ മറുഭാഗത്ത് ഒന്ന് കിടന്നു ലക്ഷ്മി. ഏട്ടാ, ഏട്ടോയി കൊഞ്ചിയുള്ള ആ വിളിയിൽ അച്ഛനും അമ്മയും പോകും മുൻപുള്ള നിവിയെ ഓർമ്മ വന്നു നിരഞ്ജനും ലക്ഷ്മിക്കും. ഏട്ടൻ്റെ കുഞ്ഞിക്ക് എന്താ പറയാനുള്ളത്? എന്തായാലും പറഞ്ഞു, ഏട്ടൻ കേട്ടോളാം. അവളെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. പിന്നില്ലേ ഏട്ടാ, എനിക്ക് പറയാനുള്ളത് അബിയെക്കുറിച്ചല്ലേ? നിവി പറഞ്ഞ് തീരുമാനിപ്പം നിരഞ്ജൻ ചോദിച്ചു. നിവി നേർമയിൽ മൂളി. പറഞ്ഞോടി. അവളെ നെറുകിൽ മുകർന്നുകൊണ്ട് നിരഞ്ജൻ വീണ്ടും പറഞ്ഞു. ആ ചേട്ടനില്ലേ ഏട്ടാ, ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു. അഞ്ജുവിൻ്റെ ചേച്ചി ആര്യ. ഈ ആര്യ ചേച്ചിയുടെ ഈ അഭിച്ചേട്ടനും ട്വിൻസാണ്. ആ ചേച്ചിയുടെ ഭർത്താവിൻ്റെ രണ്ടാനമ്മയുടെ മോളാണ് ആ പെണ്ണ്. അഭിച്ചേട്ടൻ സ്നേഹിച്ച പെണ്ണ്. ആ പെണ്ണിനെ അതിൻ്റെ അമ്മയുടെ സഹോദരൻ്റെ ഡോക്ടറായ മോനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി ആ തള്ളയും അവിടെ സഹോദരനും ചേർന്ന് ഈ ചേട്ടനെ കേസിൽ കുടുക്കിയതാണ്. ആ കേസ് വന്നതോടെ സ്നേഹിച്ച പെണ്ണ് തള്ളി പറഞ്ഞു, ഈ ചേട്ടനെ അയാളിലെ ആ തള്ളയുടെ സഹോദരൻ ആളെ വിട്ട് കൊല്ലാൻ നോക്കിയതാണ് ഏട്ടാ. പക്ഷേ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. അതിനൊക്കെ ശേഷമാണ് അവർ ടൗണിൻ്റെ വീടൊക്കെ വിറ്റിട്ട് ഇവിടേക്ക് വന്നത്. ഈ ചേട്ടൻ ആ പ്രശ്നത്തിന് ശേഷം ആരോടും മിണ്ടുവോ ചിരിക്കോ ഒന്നുമില്ലായിരുന്നു. ഇപ്പോഴും ചിരിക്കില്ല, പിന്നെ നോക്കി പിടിപ്പിക്കും. അപ്പോൾ അവൻ ആ പെണ്ണെ വിളിച്ചിറക്കി കൊണ്ടുവന്നു എന്ന് പറഞ്ഞതോ കുഞ്ഞി? നിവി ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തിയതും ലക്ഷ്മി ആകാംക്ഷയോടെ തിരക്കി. അവളുടെ ആ ചോദ്യം കേൾക്കെ അതിഷ്ടപ്പെടാതെ നിരഞ്ജൻ പെണ്ണിനെ കൂർപ്പിച്ച് നോക്കി. അല്ല, അങ്ങനെയൊക്കെ അവിടെ ആളുകൾ പറഞ്ഞു കേട്ടു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അത് ശരിയാ ഏട്ടത്തി, ആ പെണ്ണിനെ ഇപ്പോൾ കല്യാണം കഴിച്ച ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നെന്ന്. അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ ചത്തു കളയുമെന്ന് അയാൾ വീട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ ആ ആലോചന വന്നപ്പോഴാണ് ആ പെണ്ണ് അതിൻ്റെ പേര് വൈഷ്ണവി. അവൾ ഈ ചേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നത്. ഒടുവിൽ കേസിലൊക്കെ പെട്ടപ്പോൾ വിട്ടുകളഞ്ഞു. പിന്നീട് അതൊരു കള്ളക്കേസാണെന്നൊക്കെ തെളിഞ്ഞതാണ്. പക്ഷെ ചിലരെങ്കിലും ഒന്നും വിശ്വസിക്കില്ലല്ലോ. സ്വയം ആശ്വസിക്കാനെന്ന പോലെ നിവി പറഞ്ഞു. അവരുടെ കാര്യം കഷ്ടമായിപ്പോയി അല്ലേ കുഞ്ഞി? ലക്ഷ്മി വിഷമത്തോടെ തിരക്കി. അന്ന് കേസൊക്കെ കഴിഞ്ഞ സമയത്താണ് ഞാനും അഞ്ജുമൊക്കെ കാണുന്നതും ഫ്രണ്ട്സ് ആകുന്നതുമൊക്കെ. അന്ന് അവൾ ഒത്തിരി വേദനയോടെ പറഞ്ഞിട്ടുണ്ട്. ഏട്ടനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ ആകെ കൂടുന്നത് ആര്യ ചേച്ചിയുടെ ഭർത്താവും പിന്നെ സച്ചിൻ ചേട്ടനും മാത്രമാണെന്ന്. ബാക്കിയുള്ളവരൊക്കെ അവരെ ഒഴിവാക്കി വിട്ടുവന്നു. അന്ന് ഒരു കുറ്റം ചെയ്യാത്ത ഒരാളെ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്നൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും പോയതിനൊപ്പം സാമ്പത്തികം കൂടെ കുറഞ്ഞതോടെ നമ്മളെയും എല്ലാവരും ഒഴിവാക്കിയില്ലേ? അന്ന് മനസ്സിലായി അഞ്ജു പറഞ്ഞതൊക്കെ ശരിയാണെന്ന്. സങ്കടത്തിൽ ഏട്ടൻ്റെ നെഞ്ചോരം മുഖം ചേർത്ത് വെച്ച് മൃദുവായ ശബ്ദത്തിൽ നിവി പറഞ്ഞു നിർത്തി. പണവും സ്ഥാനങ്ങളൊക്കെ ഉള്ളവർക്ക് എന്നും നിലയും വിലയും ഉള്ളു കുഞ്ഞി. നമ്മൾ എത്രയൊക്കെ അങ്ങനെയല്ലെന്ന് പറഞ്ഞാലും അതാണ് സത്യം. പിന്നെ അബി ഒരു മോശം ആളാണ് എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. എൻ്റെ കുഞ്ഞി, ഇനി കൂടുതലൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഉറങ്ങാൻ നോക്കിക്കേ, നേരെ ഒരുപാടായി. നിരഞ്ജൻ അവൾക്കൊരു ആശ്വാസം എന്നതുപോലെ പറഞ്ഞു. ആ ചേട്ടൻ നല്ലതാണെന്ന് തോന്നുമെങ്കിൽ പിന്നെന്താ ആളോട് ഏട്ടനൊന്നും മിണ്ടാത്തത്? നിരഞ്ജൻ്റെ മീശയിലെ 1 2 നര കാണേ അതിൽ വിരൽ ഓടിച്ചുകൊണ്ട് അവൾ തിരക്കി. അങ്ങനെയാണെങ്കിൽ അവനും എന്നോട് സംസാരിച്ചില്ലല്ലോ. അവനും എന്നോട് മിണ്ടാലോ. അവനേക്കാൾ 3-4 ഓണം കൂടുതലുള്ളത് ഞാൻ തന്നെ ആവില്ലേ? നിരഞ്ജൻ കുറുമ്പോടെ തിരക്കി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഓണം ഉണ്ടെന്നതിൻ്റെ കണക്കെടുപ്പൊന്നും വേണ്ട. ഞാൻ എൻ്റെ മുറിയിലേക്ക് പോട്ടെ, എന്നെ വിട്ടു. പിണങ്ങിയ പോലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നിവി പറഞ്ഞു. ഇനിയിപ്പോൾ എങ്ങോട്ടും പോകണ്ട, ഇവിടെ കിടന്നുറങ്ങാൻ നോക്കൂ കുഞ്ഞി. നിരഞ്ജൻ എന്തേലും പറയും മുൻപ് ലക്ഷ്മി പറഞ്ഞു. ഇവിടെ കിടക്കാനോ? ഞാൻ എൻ്റെ മുറിയിൽ പോയി കിടക്കട്ടെത്തി. നിവി ഒരു വല്ലായ്മയോടെ പറഞ്ഞു. അതെന്താ നിനക്ക് ഇവിടെ കിടന്നാ ഇപ്പം പ്രശ്നം? പണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങൾക്കിടയിൽ വന്ന് കിടന്നാ നിനക്കിപ്പോൾ എന്താ മടി? അന്ന് അച്ഛൻ്റെ വഴക്ക് കേട്ട് കരഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് കിടക്കാൻ പോയി കുഞ്ഞിന് നിർബന്ധം പിടിച്ച്
താൻ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതൊക്കെ ഓർത്ത് ചിരി അടക്കി പിടിച്ച് ലക്ഷ്മി തിരക്കി. അയ്യേ പോയി ഏട്ടത്തി, അതൊന്നും ഇനി ഓർമ്മിപ്പിക്കണ്ട, അതൊക്കെ പണ്ടല്ലേ. ചമ്മലോടെ പറഞ്ഞിട്ട് ഏട്ടൻ്റെ നെഞ്ചിൽ ഒട്ടിച്ചേർന്ന് കിടന്ന് കണ്ണുകൾ അടച്ചു കളഞ്ഞു നിവി. അതിയായ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിരഞ്ജൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഒപ്പം അവൻ്റെ കൈക്ക് മേലെ ലക്ഷ്മിയുടെ കൈയും ചേർന്നിരുന്നു. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആ രാത്രി കടന്നുപോയി. കിടക്കുന്നില്ല അബി, നേരം ഒരുപാടായി മോനെ. വാടി മുഖത്തോടെ ഉമ്മറത്തിണ്ണയിൽ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുന്നവനെ അടുത്ത് വന്നിരുന്ന് രാധിക ചോദിച്ചു. ഉറക്കം വന്നില്ല, അപ്പോൾ കുറച്ചു നേരം ഇവിടെ ഇരിക്കാമെന്ന് കരുതി. അമ്മയുടെ ജോലിയൊക്കെ കഴിഞ്ഞോ? മുഖം തിരിച്ചവരെ നോക്കി ചോദിച്ചു അബി. കഴിഞ്ഞു. ഇന്നെന്തോ ആ പെണ്ണ് കൂടെ നിന്നു. പാത്രമൊക്കെ കഴുകിത്തന്ന് അവൾ തന്നെയാണ്. മടിച്ചിക്ക് എന്ത് പറ്റിയോ ആവോ. അഞ്ച് ജോലി ചെയ്തോർക്കെ ചെറു ചീയുടെ രാധിക പറഞ്ഞു. അയാൾ ആ നിരഞ്ജൻ എത്ര സ്നേഹമുള്ള ഏട്ടനാണ് അല്ലേ അമ്മ? ഇങ്ങനെ ഒരു ഏട്ടനോ അച്ഛനോ ഒക്കെ ഉള്ളവർ ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. അമ്മയുടെ മടിയിൽ ചാഞ്ഞ് കണ്ണുകൾ അടച്ചു കിടന്ന് മെല്ലെ പറഞ്ഞു അബി. അമ്മയുടെ മനസ്സിൽ ഇത്രയേറെ ദുഷ്ടതയുണ്ടെന്ന് ഞാൻ കരുതിയില്ല അച്ഛാ. ആ ഫോട്ടോ എന്നെ കാണിച്ചിട്ട് നിവിയെ കണ്ട വീട്ടിൽ നിർത്തേണ്ട, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ട് അളിയനെ അറിയിക്കാമെന്നൊക്കെ പറഞ്ഞാണ് എന്നെ കൂടെ കൂട്ടിക്കൊണ്ടു പോയത്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ആ സ്ത്രീ കുറേ നാട്ടുകാരെയും കൂട്ടി വന്ന് വിചാരണ നടത്തുന്നു. വിവേക് രോക്ഷത്തോടെ വേണുവിനോട് പറഞ്ഞു. എടാ വിമല അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? മാലതി തനിക്കൊന്നും അറിയില്ലെന്ന പോലെ ഒഴിയാൻ ശ്രമിച്ചു. അമ്മയൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് നല്ല പിള്ള ചമയം നോക്കലേ. വിവേക് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ഇരുന്നിടത്തൊന്നും ചാടി എഴുന്നേറ്റു. വിവേകേ, അവൻ്റെ മുഖം കണ്ട് വേണു ദേഷ്യത്തിൽ വിളിച്ചു. ആകെ നാണം കിട്ടുപോയച്ചാ. ആ പെൺകൊച്ചിനെ പറ്റി മോശമായി പറയാനാണ് പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നിനും പോകില്ലായിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അളിയൻ നോക്കിയൊരു നോട്ടമുണ്ട്. അവർക്ക് ആവശ്യമുണ്ടായിരുന്നപ്പോൾ നമ്മൾ അവർക്ക് ഉപകാരപ്പെട്ടില്ല. ഇന്നിപ്പോൾ ഉപദ്രവം കൂടെ ചെയ്തു. വിഷമത്തോടെ വിവേക് പറഞ്ഞു. ഉപകാരം ചെയ്യാൻ പോയാൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ പൊട്ടും പൊടിയും ഇല്ലാതെ പോകുമായിരുന്നു. അതുവരെ മാലതി പറയുന്ന കേട്ട് രസിച്ച് മിണ്ടാതിരുന്ന ദീപ വായ തുറന്നു. പണമൊന്നും കൊടുക്കണ്ട ദീപേ, ആളായിട്ട് പോലും ഈ വീട്ടിൽ നിന്ന് ആരും അവർക്ക് ഉപകാരപ്പെട്ടില്ല. ഇനി ഉപദ്രവിക്കാനായിട്ട് പോകാതിരുന്നാൽ കൊള്ളാം. ഇനിയും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാവുന്നത് കൊണ്ട് വിവേക് അത്രയും പറഞ്ഞ് നിർത്തിയിട്ട് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. നീ എവിടെ പോകുന്നു മാലതി? വിവേകിൻ്റെ പിന്നാലെ അകത്തേക്ക് വലിയ നോക്കിയവരെ പിന്നിൽ നിന്നും വിളിച്ചു നിർത്തി വീണു. കാര്യം എനിക്ക് ലക്ഷ്മി നിരഞ്ജനെ കൊടുക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഇപ്പോഴും അവനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ അവൻ അങ്ങനെ ഒരു അപകടം പറ്റിയപ്പോൾ അവളെ നമുക്കൊപ്പം കൂട്ടാൻ ശ്രമിച്ചു. വരാതെയായപ്പോൾ ദേഷ്യമുണ്ടെന്ന് കരുതി. ആ പെൺകുട്ടിയെപ്പറ്റി ഇല്ലാവചനം പറയാൻ ആരടി നിന്നോട് പറഞ്ഞത്? ഇനി മേലിൽ ആ വിമലയുമായി ചേർന്ന് ഈ മാതിരി തന്തയില്ലായ്മത്തരം കാണിച്ചാൽ നിന്റെ മൂട്ടുകാരെ തല്ലി ഒടിക്കും ഞാൻ, കേട്ടോടി. മാലതിയുടെ തലമുടി ചുറ്റി പിടിച്ചു വച്ചിട്ട് അവിടെ കവൾ ആഞ്ഞടിച്ചുകൊണ്ട് മുഴുത്ത ചീത്ത വിളിച്ചുകൊണ്ട് വീണു പറഞ്ഞു. ആ വിട്. വേദന കൊണ്ട് അവർ പിടഞ്ഞു വിളിച്ചു. മിണ്ടരുത് നായെ, മിണ്ടിയാൽ നിന്റെ നാവ് ഞാൻ പിഴിച്ചെടുക്കും. കടുത്ത ദേഷ്യത്തിൽ അവരെ വലിച്ച് നിലത്തേക്ക് ഇട്ടുകൊണ്ട് അയാൾ പറഞ്ഞു. നാളെ മനുവിൻ്റെ കല്യാണത്തിന് പോകണോ രഞ്ജു? സരോവരത്തിലെ ഒച്ചപ്പാടും ബഹളവും അലങ്കാരവും ഒക്കെ കാണാൻ ലക്ഷ്മി വല്ലായ്മയുടെ തിരക്കി. വേണ്ട, ആ വീടുമായി ഒരു ബന്ധവും നമുക്കിനി വേണ്ട എടുത്തി. ലക്ഷ്മിയുടെ ചോദ്യം കേട്ട് അങ്ങോട്ടൊന്ന് നിവി ഉറപ്പോടെ പറഞ്ഞു. എനിക്കും പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിട്ടില്ല കുഞ്ഞി. പിന്നെ എന്തു പറഞ്ഞാലും ആ മാമൻ ആളൊരു പാവമാണ്. നിവിയെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ലക്ഷ്മി പറഞ്ഞു. ആര് പാവമായാലും കുഞ്ഞി പറഞ്ഞതുപോലെ ഇനി ആ വീടുമായി നമുക്കൊരു ബന്ധവും വേണ്ട ലച്ചു. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തതാണ്. സഹോദരിയായിട്ടാണോ മകളായിട്ടല്ലേ അവരെ സ്നേഹിച്ചതും കൊണ്ടു നടന്നതും. എന്നിട്ട് അന്നും അവർക്ക് എൻ്റെ കുഞ്ഞോട് ശത്രുതയായിരുന്നെന്ന് ലക്ഷ്മിയുടെ തോളിൽ പിടിച്ച് മെല്ലെ എഴുന്നേറ്റിരുന്നുകൊണ്ട് വിമലയോട് നിറഞ്ഞ വെറുപ്പോടെ നിരഞ്ജൻ പറഞ്ഞു. സാരില്ല രഞ്ജു, അവിടെ മനസ്സിലെ വിഷം ഇപ്പോഴെങ്കിലും നമ്മൾ അറിഞ്ഞല്ലോ. ഇല്ലായിരുന്നെങ്കിൽ കുഞ്ഞി അവിടെ ദുഷ്ടതയിൽപ്പെട്ടു പോയേനെ. ഇതിപ്പം നമ്മുടെ കുഞ്ഞൊരു പോറൽ പോലും ഏൽക്കാതെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അത് മതി നമുക്ക്. നിരഞ്ജൻ്റെ വെറുപ്പ് നിറഞ്ഞ മുഖത്തേക്ക് നോക്കി അവനൊരു ആശ്വാസം എന്ന പോലെ ലക്ഷ്മി പറഞ്ഞു. ആ പയ്യൻ ഇനിയിപ്പോൾ ചികിത്സ തുടരുന്നില്ലേ ആവോ? നിവി എന്തേലും പറഞ്ഞു അഞ്ചോ? 3-4 ദിവസം കഴിഞ്ഞൊരു വൈകുന്നേരം കോളേജിൽ നിന്ന് വന്ന് ചായ കുടിക്കുന്ന നേരം അവൾക്കരികിൽ വന്നിരുന്ന രാധിക ചോദിച്ചു. ചികിത്സയ്ക്കിനി എറണാകുളത്ത് പോകുന്നില്ലമ്മ, നമ്മുടെ ധന്വന്തിരി വൈദ്യശാലയിലെ വലിയ കുളത്തിനടുത്തുള്ള. പറഞ്ഞുകൊണ്ട് അഞ്ചു മുഖം ഉയർത്തി അവരെ നോക്കി. മനസ്സിലായതുപോലെ രാധിക ഒന്ന് മൊളി. അവിടെ ഇപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്, നല്ല കൈപ്പിടിയുള്ള ഡോക്ടറാണെന്ന് പറയുന്നു. രഞ്ജു ചേട്ടനെ അവിടെ കാണിച്ച് ആഴ്ച മതി ഡോക്ടർ ആളെ എഴുന്നേൽപ്പിച്ച് നടത്തി കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അഞ്ചു സന്തോഷത്തോടെ പറഞ്ഞു. എങ്ങനെയെങ്കിലും ആ പയ്യന് എഴുന്നേറ്റ് നടന്നാൽ മതി. നല്ല സ്നേഹമുള്ള നല്ല മനസ്സുള്ള മോനാണ്. ആ ലക്ഷ്മിയും അതെ, നല്ല സ്നേഹമുള്ള പെൺകുട്ടിയാണ്. അപ്പം എൻ്റെ നിവിക്കുട്ടിയുടെ മനസ്സ് കൊള്ളില്ലേ? അവളെന്താ ഭയങ്കരിയാണോ? രാധിക അവരെക്കുറിച്ച് തോരതെ പറയുന്ന കേട്ട് അഞ്ചു കണ്ണു ഒട്ടിക്കൊണ്ട് ചോദിച്ചു. എന്നാണോ പെണ്ണെ ഞാൻ പറഞ്ഞത്? അന്ന് ആ പ്രശ്നം നടക്കുമ്പോൾ
ആ കൂടപ്പിറപ്പിനെ ചേർത്ത് പിടിച്ചതും അവരുടെ വർത്തമാനവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ്. രാധിക പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് തട്ടിയിട്ട് പറഞ്ഞു. നിവയെന്ന് പറഞ്ഞാൽ ആ ചേച്ചിക്കും രഞ്ജിച്ചേട്ടൻ ജീവനാണമ്മ. അഞ്ചു അവരുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. നമ്മൾ എത്ര ജീവനാണ്, സ്നേഹമാണ്, വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞാലും നമുക്കിതുപോലൊരു സാഹചര്യം വരുമ്പോൾ കൂടെ നിൽക്കാനുള്ള, നമ്മളെ ഒരുപാട് മനസ്സിലാക്കി ഏതവസ്ഥയിലും ഒറ്റയ്ക്കാക്കാതെ പൊതിഞ്ഞു പിടിക്കാനുള്ള മനസ്സ് എല്ലാവരിലും ഉണ്ടാവില്ലഞ്ചു. അങ്ങനെയുള്ളവരെ നമുക്ക് സ്വന്തമായി കിട്ടാനും ഭാഗ്യം വേണം. കൂടെ ഉണ്ടാകുമെന്ന് പലപ്പോഴും പറഞ്ഞ ആവശ്യം വന്നപ്പോൾ കൈയൊഴിഞ്ഞ തൻ്റെ കൂടപ്പിറപ്പുകളെ ഓർത്തുകൊണ്ട് രാധിക പറഞ്ഞു. ഇത്രയും നല്ല പയ്യനെ സ്വന്തം മോൻ്റെ അളിയനായിട്ട് കിട്ടാൻ ഈ രാധിക ദേവിക്ക് മോഹമുണ്ടോ ആവോ? ആലോചനയുടെ തടിയിൽ കൈ താങ്ങിയിരിക്കുന്നവരുടെ കവിൾ പിടിച്ചെന്ന് ഓമനിച്ചുകൊണ്ട് അഞ്ചു ചോദിച്ചു. നിന്നെ കളിയാക്കിയതാണോ അഞ്ചു? അവർ കൂർത്ത നോട്ടത്തോടെ തിരക്കി. അല്ല, കാര്യമായിട്ട് ചോദിച്ചതാണ്. അഞ്ചു വീണ്ടും അമ്മയുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമുണ്ടോ മോളെ? ആ പയ്യൻ അതൊന്നും സമ്മതിക്കില്ല, അതുപോലെ തന്നെ നിവിയും സമ്മതിക്കില്ല. രാധിക ആലോചനയോടെ പറഞ്ഞു. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കിയാലോ അമ്മ? എനിക്ക് നിവിയെ ഭയങ്കര ഇഷ്ടമാണമ്മ, പാവാണവൾ. പറഞ്ഞിട്ട് അഞ്ചു ആകാംക്ഷയോടെ അവരെ നോക്കി. അതൊന്നും നടക്കില്ല അഞ്ചു. പുറമെ എത്ര മറന്നെന്ന് ഭാവിച്ചാലും ആത്മാർത്ഥമായി സ്നേഹിച്ചവരുടെ ഉള്ളിൽ ആ പ്രണയനഷ്ടം നോവാണ്, പ്രാണൻ പിടിയുന്ന നോവ്. നിൻ്റെ ഏട്ടനെ നീ കാണുന്നില്ലേ? അതുപോലെ തന്നെയല്ലേ അവൾക്കും. മനുവിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ സമയമെടുക്കും അഞ്ചു. പിന്നെ അബി, അവനോട് ഇങ്ങനെ ഒരു കാര്യം പറയാൻ പോലും എനിക്ക് പേടിയാണ്. ഇപ്പോൾ ഒന്ന് മനസമാധാനത്തിൽ വരുന്നതേയുള്ളൂ എൻ്റെ കുഞ്ഞ്. ഇനിയും കല്യാണം എന്നൊക്കെ പറഞ്ഞ് അവനെ നോവിക്കാൻ വയ്യ. നിറഞ്ഞ കണ്ണുകൾ തുടച്ച വേദനയോടെ അവർ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ മതിയോ അമ്മ? ഒരാളെ കൂടെ കൂട്ടിയാലല്ലേ പഴയതൊക്കെ മറന്ന് ആ പെൺകുട്ടിയെ സ്നേഹിക്കാൻ കഴിയുമോ എന്നറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഉള്ളുള്ള കാലം പഴയ പ്രണയത്തിൻ്റെ പേരും പറഞ്ഞ് വേദനിച്ച് കഴിയാൻ പറ്റുമോ? ഈ നോവ് ഇവരുടെ കൂടെ പ്രണയിച്ച് നടന്നവർക്കില്ലല്ലോ. ഏട്ടനെ പറ്റിച്ച് പോയവൾ നല്ല ഡോക്ടറെ കെട്ടി സന്തോഷത്തോടെ ജീവിക്കുന്നു. നിവിയെ കിട്ടിയില്ലെങ്കിൽ ചത്ത് കളയുമെന്ന് പറഞ്ഞവൻ നാളെ വേറെ ഒരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടുന്നു. പിന്നെ ഇവർക്കും അതുപോലെ ആയാൽ എന്താ? പറഞ്ഞു വന്നപ്പോൾ അഞ്ജുന് ദേഷ്യമോ സങ്കടമോ ഒക്കെ തോന്നി. അതാണ് മോളെ അമ്മ പറഞ്ഞത്. ആത്മാർത്ഥത അതുള്ളവർക്ക് ഈ വേദന ഉണ്ടാകും, ഇല്ലാത്തവർക്കൊന്നു പോയാൽ മറ്റൊന്ന്. കണ്ണും മുഖവും അമർത്തി തുടച്ചിട്ട് രാധിക പറഞ്ഞു. എന്നാലും നിവിയെ ഞാൻ എൻ്റെ ഏട്ടത്തെയായി കണ്ടുപോയമ്മേ. ഇനിയിപ്പോൾ എന്തു ചെയ്യും? നഖം കടിച്ച് തുപ്പിക്കൊണ്ട് അഞ്ച് വിഷമത്തിൽ അവരെ നോക്കി ചോദിച്ചു. നീ വലിയ അമ്മയായിട്ട് ഒന്നും ചെയ്യേണ്ട. വിധി അങ്ങനെയാണെങ്കിൽ ആരെതിർത്താലും ഒന്ന് ചേരേണ്ടവർ ഒന്ന് ചേരുക തന്നെ ചെയ്യും. അവളുടെ സങ്കടം മാറ്റാൻ എന്നോണം പറഞ്ഞുവെങ്കിലും സകല ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചവർ മൂക്കമായി അവരോട് കേണു. നിവിതയും അഭിജിത്തും ഒന്ന് ചേരേണ്ടവർ ആയിരിക്കണമെന്ന്.